ന്യൂ മാസ്ട്രോ വാസ്തുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജേന്ദ്രൻ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വാസ്തുശാസ്ത്രത്തിനെ പറ്റി തന്നെയാണ്. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിരുന്നു ഓഫീസ് വാസ്തു എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ്. അത് കണ്ടതിന് ശേഷം മാത്രമേ ഈ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ സിഇഒയുടെ ഓഫീസിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ സിഇഒയ്ക്ക് എന്തായാലും ഒരു ടോയ്ലറ്റ് വേണ്ടി വരും. അപ്പോൾ കഴിവതും നമ്മൾ ടോയ്ലറ്റ് സിഇഒ ഇരിക്കുന്ന വടക്ക് പടിഞ്ഞാറേ മൂലയിൽ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമം. ഒരു കാരണവശാലും നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ ആ ടോയ്ലറ്റ് വരരുത്. തെക്ക് കിഴക്ക് വന്നാൽ അവിടെ അഗ്നികോണാണ്, അവിടെ ജലാംശം വരുന്നതും നല്ലതല്ല. കഴിവതും നമ്മൾ ടോയ്ലറ്റ് വടക്ക് പടിഞ്ഞാറേ മൂലയാണെങ്കിൽ ഉത്തമം. എന്നാൽ ഈ ഡോറിൻ്റെ വാതിൽ സിഇഒ ഇരിക്കുന്ന ഫേസുമായിട്ട് നേർക്ക് നേരെ വരരുത്. ഒരു പാർട്ടീഷൻ എന്തായാലും നിങ്ങൾ പ്രൊവൈഡ് ചെയ്തേ പറ്റൂ. ഒരു കാരണവശാലും നേർക്ക് നേരെ ദൃഷ്ടി വരരുത്. അത്രയും കീപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ടോയ്ലറ്റും കൂടി പറഞ്ഞു. ഇനി നമുക്ക് അതിനകത്തുള്ളത് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്, പിന്നെ ചിത്രങ്ങൾ നമുക്ക് കൊടുക്കാം. നല്ല ചിത്രങ്ങൾ കൊടുക്കാം, പോസിറ്റീവ് എനർജിയുള്ള ചിത്രങ്ങൾ കൊടുക്കാം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുതിര ഹൈ സ്പീഡിൽ പോകുന്നതായിട്ട് നമുക്ക് കിട്ടുന്ന ചിത്രമുണ്ട്. അതേപോലെയുള്ള കുറച്ച് പോസിറ്റീവ് എനർജിയുള്ള ചിത്രങ്ങൾ നമുക്ക് ഈ റൂമിനകത്ത് കൊടുക്കാം. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനൊരു കുളിർമ വരുന്നതും ഒരു പോസിറ്റീവ് എനർജി വരുന്ന ചിത്രങ്ങളാണ് അവിടെ ഉത്തമം. ഒരു കാരണവശാലും സിഇഒയുടെ മുറിയിൽ ചായ ഉണ്ടാക്കാനുള്ള സംവിധാനം ഒരിക്കലും ചെയ്യരുത്. അത് പുറത്തെവിടെയെങ്കിലും അറേഞ്ച് ചെയ്യണം. വലിയ വലിയ ഓഫീസുകൾക്ക് എന്തായാലും പുറത്തൊരു കിച്ചൺ ഉണ്ടാവും. എന്നാൽ ചെറിയ ഓഫീസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു കാരണവശാലും സിഇഒയുടെ റൂമിൽ ഒരു കാരണവശാലും ചെയ്യരുത്. അത് നമുക്ക് കുറച്ച് നെഗറ്റീവ് എനർജി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏതാണ്ടൊക്കെ ഇപ്പോൾ നമ്മൾ സിഇഒയുടെ മുറി ഓക്കെ ആയി. ഇനി നമുക്കടുത്തത് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോകാം. തീർച്ചയായിട്ടും അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് വടക്ക് വശമുള്ള റൂമുകളിൽ എവിടെയെങ്കിലും ആയിരിക്കണം. കാരണം അവിടെയാണ് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ കണക്കുകൂട്ടലുകളും ലാഭങ്ങളും നഷ്ടങ്ങളും ഒരിക്കലും വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ലാഭങ്ങളാണ് നമ്മൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് കുബേരസ്ഥാനമായ വടക്ക് വശം തന്നെയായിരിക്കണം അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലിരിക്കുന്ന എല്ലാ ജോലിക്കാരും വടക്കോട്ട് തന്നെ നോക്കിയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വടക്കോട്ട് നോക്കിയിരിക്കാൻ പറ്റിയില്ലെങ്കിൽ കിഴക്കോട്ടെങ്കിലും ഇരിക്കണം. തെക്കോട്ടോ പടിഞ്ഞാട്ടോ ഒരു കാരണവശാലും ഇരിക്കരുത്. ഫേസ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം തെക്കോട്ടോ പടിഞ്ഞാട്ടോ നമ്മുടെ ഫേസ് ഒരിക്കലും ആയിരിക്കരുത്. പിന്നെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു കാരണവശാലും പൈസ സൂക്ഷിക്കരുത്. അതാണ് മെയിൻ ഒരു കാര്യം. നമുക്ക് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് കഴിവതും കന്നിമൂലയിലിരിക്കാൻ ശ്രദ്ധിച്ചാൽ ഉത്തമം. കന്നിമൂല എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറേ മൂല. അപ്പോൾ എല്ലായിടത്തും ആളിന് നോട്ടവും കിട്ടും. അങ്ങേർക്ക് ജോലി ചെയ്യാനുള്ള ഒരു എനർജി, പോസിറ്റീവ് എനർജി അതും കിട്ടും. അപ്പോൾ നമുക്ക് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞു. ഇനി അടുത്തത് സ്റ്റോർ ചെയ്യുന്ന ഇനി എന്തെങ്കിലും സാധനങ്ങളാണ് നമ്മൾ അവിടെ വിൽക്കാൻ പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റോറേജ് ചെയ്യണം. അപ്പോൾ സ്റ്റോറേജ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ പടിഞ്ഞാറും കിഴക്കും സ്റ്റോർ ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് കൂടി ഒരു പാത്തുണ്ടായാൽ ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ വടക്കും തെക്കും നമുക്ക് സ്റ്റോർ ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് കൂടി ഒരു പാത്തുണ്ടെങ്കിൽ അതും ഉത്തമം തന്നെയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സ്റ്റോർ ചെയ്യാവും. അതിനുള്ള സൗകര്യം ഇല്ലെങ്കിൽ തെക്കുവശവും പടിഞ്ഞാറ് വശവും നമുക്ക് സ്റ്റോർ ചെയ്യാം. എവിടെയാണോ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന മുറി അവിടെ
നമ്മൾ തെക്ക് വശവും പടിഞ്ഞാറ് വശവും ആയിരിക്കണം സ്റ്റോർ ചെയ്യേണ്ടത്. കഴിവതും വടക്കും കിഴക്കും സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കരുത്. അവിടെ നമുക്ക് നെഗറ്റീവ് എനർജി വരും. അതുകൊണ്ടാണ് എപ്പോഴും വെയിറ്റ് കൊടുക്കേണ്ടത് പടിഞ്ഞാറ് വശവും തെക്ക് വശവുമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. ഒരു കാരണവശാലും സെയിൽസുകാരും മാർക്കറ്റിംഗുകാരും ഓഫീസിനകത്ത് ഒരു കാരണവശാലും കൂടുതൽ നേരം ഇരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്നെങ്കിൽ തെക്ക് കിഴക്കേ മൂലയിൽ കൊടുക്കാം, അത് അഗ്നികോണാണ്. അപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ നേരം ഇരിക്കാൻ നമുക്ക് തോന്നുകയില്ല. നമ്മൾ സെയിൽസും മാർക്കറ്റിങ്ങുമായിട്ട് പുറത്തോട്ട് പോകാൻ നമുക്ക് എപ്പോഴും ഒരു ത്വര ഉണ്ടാകുകയും അവിടെ ഒരുപാട് ബിസിനസ് ഉണ്ടാകുകയും ചെയ്യും. അതുപോലെ അവിടെ സ്ഥലം കിട്ടിയില്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് മൂലയിലായാലും കുഴപ്പമില്ല. വടക്ക് പടിഞ്ഞാറേ മൂലയും സെയിൽസിനും മാർക്കറ്റിങ്ങിനും പറ്റിയ സ്ഥലമാണ്, അതിന് കുഴപ്പമില്ല. ഇനി നമുക്ക് എല്ലാവർക്കും കൂടിയുള്ള ഒരു പൂജാസ്ഥാനം, പൂജാ റൂം നമുക്ക് വടക്ക് കിഴക്കേ കോർണറിൽ സ്ഥലമുണ്ടെങ്കിൽ അവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ കിച്ചൺ, ഡൈനിങ് അത് നമുക്ക് തെക്ക് കിഴക്കേ മൂലയിൽ സ്ഥലമുണ്ടെങ്കിൽ അവിടെ പ്രൊവൈഡ് ചെയ്യാം, അതും കുഴപ്പമില്ല. ഇത് രണ്ടും അത്യന്താപേക്ഷിതമാണെന്ന്. കാരണം ഇത് എല്ലാവർക്കും, അത് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അവർക്ക് എന്തെങ്കിലും ചെറിയതായിട്ട് ഫുഡ് ഉണ്ടാക്കിയ അല്ലെങ്കിൽ ചായ ഉണ്ടാക്കിയ എന്തായാലും ഒരു കിച്ചൻ്റെ ആവശ്യമുണ്ട്. ഓഫീസിലുള്ള കിച്ചണിൽ ഒരു കാരണവശാലും നോൺ വെജ് ഐറ്റം കുക്ക് ചെയ്യരുത്. ഇന്ന് ഞാൻ പറഞ്ഞ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കണം. എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഞാൻ ചുരുക്കുന്നു.